ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് ആരെയാണ് പരിഗണിക്കുന്നത്? അങ്ങനെ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിയെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കേണ്ട യോഗ്യത രാഹുൽ ഗാന്ധിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാഞ്ഞങ്ങാട്ട് കൃത്യമായി നല്ല വെടിപ്പായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി BJP-യോ നരേന്ദ്രമോദിയോ പ്രചാരണം നടത്തേണ്ട കാര്യമില്ല. പിന്നെ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണെന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും പിണറായി വിജയൻ പറഞ്ഞത് കൃത്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുള്ള ഈ പ്രചാരണം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പലരെയും പല കള്ള നാണയങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഇതിലൂടെ സാധിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ്. എതിരാളി എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് ആരെയാണ്? നരേന്ദ്രമോദി. ഒരു ബിഫിറ്റിംഗ് റിപ്ലൈ ഇതുവരെ നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ ഈ കൊട്ടിഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കാൻ അമേഠിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. വയനാട്ടിലേക്ക് വരുന്നു. വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ കൃത്യമായ ഒരു പൊളിറ്റിക്സ്, അത് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഒക്കെ പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. വയനാട്ടിൽ വന്നിട്ട് പോലും അത് പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി വരുന്നു, അത് ജനങ്ങൾ കേട്ടു, ജനങ്ങൾ വിശ്വസിച്ചു. കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി, ആ ഹൈപ്പിൽ വീണു. ആ ഹൈപ്പ് ഇക്കുറിയില്ല. അത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു തുടങ്ങിയതോടുകൂടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 5 വർഷത്തിന് ശേഷം ആ പഴയ വീഞ്ഞ പിന്നെയും കൊണ്ടുവന്ന് പുതിയ കുപ്പിയിലാക്കി രാഹുൽ ഗാന്ധി റീബ്രാൻഡ് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ്. ആ റീബ്രാൻഡിങ് പൊളിയുന്നതാണ് കാണുന്നത്. അത് ഒരേ മുന്നണിയിൽ നിന്ന് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വിചിത്രം. ഒരാളുടെ യോഗ്യതയും അയോഗ്യതയും കൃത്യമായി വിലയിരുത്തപ്പെടുന്ന വേള എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൃത്യമായി എണ്ണിപ്പറയുന്ന മറുപടികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാക്പോര് കടുക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നുമുണ്ട്. പ്രശാന്ത് കിഷോർ പറഞ്ഞത് കൃത്യമായ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി ഒരു ബ്രേക്ക് എടുത്ത് പോയേ പറ്റൂ. രാഹുൽ ഗാന്ധി നയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇനിയും അധപ്പതനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.